ആത്മാർത്ഥത കുറഞ്ഞു വരുന്ന ഒരു കാലത്താണല്ലോ ഞാനും നിങ്ങളും ജീവിക്കുന്നത്. ആർക്ക് ആരോടാണ് ഇന്നത്തെ കാലത്ത് ആത്മാർത്ഥതയുള്ളത്? ചുരുക്കം ചിലരിൽ കണ്ടേക്കാം. ഞാൻ ഇതിവിടെ പറയാൻ കാരണമുണ്ട്. എൻ്റെ മകളുടെ ഒരു ക്ലാസ്മേറ്റ് ഉണ്ട്. കല്യാണി എന്നാണ് പേര്. നല്ല കുട്ടിയാണ്, പഠനത്തിലും പെരുമാറ്റത്തിലും. എന്നാൽ ഈ വർഷാദ്യം മുതൽ കുട്ടി വളരെ വിഷാദഭാവത്തിലാണ് ഇരിപ്പ്. ഒന്നിനോടും ഒരു താല്പര്യവുമില്ല. കളിയും ചിരിയും എന്നേ ആ മുഖത്തു നിന്ന് പോയിരിക്കുന്നു. ഹോംവർക്കുകൾ ചെയ്യാതെ വരുന്നു. യൂണിഫോം ഇസ്തിരിയിടാതെ വരുന്നു. സ്കൂളിൽ കൊണ്ടുവരുന്ന ആഹാരം പോലും കഴിക്കാതെ മടക്കുന്നു. എൻ്റെ മകൾ സമയം കിട്ടുമ്പോഴെല്ലാം അവളെക്കുറിച്ച് എന്നോട് പറയാറുണ്ട്. അവൾ ഇടവേളകളിൽ ക്ലാസ് റൂമിന് വെളിയിലേക്ക് നോക്കി ഒറ്റയ്ക്ക് നിൽക്കാറുണ്ട്. പല പ്രാവശ്യം എൻ്റെ മകൾ ഇത് ശ്രദ്ധിച്ചു. ഒടുവിൽ അവൾ കല്യാണിയോട് ചോദിച്ചു, "നീ എന്താ ഇങ്ങനെ ഒറ്റയ്ക്ക് പുറത്തേക്ക് നോക്കി നിൽക്കുന്നത്?" ചോദ്യം കേട്ട അവൾ ഒരു ചെറുപുഞ്ചിരിയോടെ മിണ്ടാതെ നിന്നു. "കല്യാണി, എന്താ പറയ്," മകൾ നിർബന്ധിച്ചു. തെല്ല് നിശബ്ദതയ്ക്ക് ശേഷം കല്യാണി പറഞ്ഞു, "എൻ്റെ അമ്മ നാളെ സൗദിക്ക് പോകുക. ഇനി 2 വർഷം കഴിഞ്ഞേ വരൂ." "അതിനെന്താ? അമ്മ ജോലിക്ക് പോകുമല്ലേ?" പക്ഷേ അതല്ല. എൻ്റെ അച്ഛനും അമ്മയും വേർപിരിഞ്ഞിട്ട് വർഷങ്ങളായി. അമ്മയും അച്ഛനും മറ്റൊരു വിവാഹം കഴിച്ചു. ഇപ്പോൾ ഞാൻ വലിയമ്മയ്ക്കൊപ്പമാണ് താമസിക്കുന്നത്. കുട്ടി വല്യമ്മ എന്ന് പറയുന്നത് അമ്മയുടെ അമ്മയെയാണ്. എൻ്റെ അമ്മ ഈ പ്രാവശ്യം വന്നിട്ട് അല്പനേരമേ വീട്ടിൽ നിന്നുള്ളൂ. എനിക്ക് ശരിക്കൊന്ന് കാണാൻ പോലും പറ്റിയില്ല. എൻ്റെ അമ്മയെ കണ്ടിട്ട് വല്യമ്മ പറഞ്ഞു, "നീ ഇനി ഈ വീട്ടിലോട്ട് വരികയേ വേണ്ടെന്ന്." ഞാൻ താമസിക്കുന്ന വീട്ടിൽ എൻ്റെ അമ്മാവൻ, ഭാര്യ, അവരുടെ 2 മക്കൾ, പിന്നെ വല്യമ്മയും. അവരുടെ 2 മക്കളിൽ ആദ്യയാൾ കല്യാണിയുടെ പ്രായം. തരം കിട്ടുമ്പോഴെല്ലാം അമ്മാവൻ്റെ ഭാര്യയ്ക്ക് എന്നെ കുറ്റം പറയാനേ നേരമുള്ളൂ. ഒന്നുറക്കെ ചിരിച്ചാൽ, TV കണ്ടാൽ പിന്നെ കുറ്റപ്പെടുത്തലായി. എനിക്കിപ്പം അച്ഛനുമില്ല അമ്മയുമില്ല എന്നതാണ് അവസ്ഥ. കൂട്ടുകാരുടെ അച്ഛനമ്മമാർ സ്കൂളിൽ വരുമ്പോൾ ഒക്കെ എനിക്ക് ആ ഭാഗ്യമില്ലല്ലോ എന്നോർക്കും. ഇത് പറയുമ്പോൾ കല്യാണിയുടെ കണ്ണിൽ നിന്നും കണ്ണീർച്ചാലുകൾ ഒഴുകും. ആ വേദന പറഞ്ഞറിയിക്കാൻ അവൾ നന്നേ ബുദ്ധിമുട്ടുന്നു. കൂടുതൽ കേൾക്കാൻ എൻ്റെ മകൾക്കും ത്രാണിയുണ്ടായിരുന്നില്ല. അവൾക്ക് ഈ കേട്ട അനുഭവം ഒരു പുതിയതായിരുന്നു. മാതാപിതാക്കൾക്ക് വേർപിരിയാൻ എളുപ്പമാണ്. അതിനവർ പല കാരണങ്ങളും നിരത്തും. അവരുടെ കുഞ്ഞുങ്ങളെക്കുറിച്ച് അവർ ചിന്തിക്കാറേയില്ല. അത് കുഞ്ഞുങ്ങളിൽ ഉണ്ടാക്കുന്ന അനാഥത്വം എത്രയാണെന്ന് ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ? അവർ ഈ കുഞ്ഞു പ്രായത്തിൽ അനുഭവിക്കുന്ന തീവ്ര ദുഃഖത്തിന് കണക്കുണ്ടോ? കുഞ്ഞുങ്ങളുടെ ഉള്ളിൽ ഈ പ്രായത്തിൽ മാതാപിതാക്കൾ ഇട്ടിട്ട് പോകുന്ന തീ എത്ര വലുതാണ് എന്ന് വേർപിരിയുന്നവരും വേർപിരിയാൻ കാത്തിരിക്കുന്നവരും ഓർത്തിരിക്കുന്നത് നല്ലതാണ്. ഒരു പുതിയ വിഷയവുമായി വീണ്ടും കാണും വരെയും എല്ലാവർക്കും നന്ദി, നമസ്കാരം.